കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിൽ യന്ത്ര തകരാർ സംഭവിച്ചു. ട്രെയിൻ ഷൊർണൂരിൽ പാലത്തിന് സമീപം ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. സാങ്കേതിക തകരാറാണ് എന്ന് റെയിൽവേ വിശദീകരിക്കുന്നു. വേഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് യാത്രക്കാരുടെ റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഷൊർണൂരിൽ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. വലിയ പ്രതിസന്ധി എന്തെന്നാൽ യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഓട്ടോമാറ്റിക് ഡോർ സംവിധാനം ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ട്രെയിനിൽ ഉള്ളത്. ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാലത്തിന്റെ സമീപത്തായി ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. ഗോകുൽ VS ആണ് വിവരങ്ങളുമായി. ഗോകുൽ, ഏറ്റവും ഒടുവിലത്തെ വിവരം എന്താണ്? പ്രശ്നം പരിഹരിച്ചോ? എപ്പോൾ യാത്ര തുടങ്ങാൻ കഴിയുമെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നുണ്ടോ? അതായത് ട്രെയിനിന്റെ സാങ്കേതിക തകരാർ പ്രാഥമികമായി നോക്കിയപ്പോൾ അത് പരിഹരിക്കാൻ കഴിയുന്നില്ല. ട്രെയിൻ ഇനി വീണ്ടും പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് റിവേഴ്സ് എടുത്ത് ഇട്ടതിന് ശേഷം പുതിയ എഞ്ചിൻ വച്ച് വേണം ഇനി യാത്ര തുടരാൻ. ഏതായാലും അതിന് കുറച്ച് സമയം എടുക്കും. കൃത്യമായ സമയം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ കൂടി കുറച്ച് സമയം കൂടി എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ അതിനുള്ളിൽ തന്നെ ടെക്നീഷ്യന്മാരുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികമായി ട്രെയിൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥിതിയാണ്. ബാറ്ററി അടക്കം ജാമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെ ട്രെയിൻ മുന്നോട്ടെടുക്കാത്ത യന്ത്ര തകരാർ വരികയും വാഹനം വന്ദേ ഭാരത് മുന്നോട്ടെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വരികയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ട്രാക്കിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകണം എന്നതാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടി. അതിന് ഈ ട്രെയിൻ അതുതന്നെ കൊണ്ടുപോകാൻ കഴിയുമോ? അതോ ഈ യന്ത്ര തകരാറിന്റെ സാഹചര്യത്തിൽ മറ്റു ബോഗിയും മറ്റു യന്ത്രം ഉപയോഗിച്ച് ഇതിനെ കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടോ? അത്രത്തോളം ഗൗരവതരമാണോ കാര്യങ്ങൾ? അതിന്റെ ടെക്നിക്കൽ വിഷയത്തെ കുറിച്ച് കൃത്യമായൊരു ധാരണ അല്ലെങ്കിൽ കൃത്യമായൊരു വ്യക്തത റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. ട്രെയിൻ പിന്നിലേക്ക് റിവേഴ്സ് കൊണ്ടുപോയി ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കും. അങ്ങനെ ഡോറുകൾ തുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് യന്ത്ര തകരാർ അല്ലെങ്കിൽ ഈ ബാറ്ററി സംവിധാനത്തിൽ തകരാർ പറ്റിയാൽ കൂടി വാഹനം മറ്റൊരു യന്ത്രത്തിന്റെയോ അല്ലെങ്കിൽ എഞ്ചിന്റെയോ ആവശ്യമില്ലാതെ തന്നെ പിന്നോട്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ ദീർഘദൂര യാത്ര തുടരുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു എഞ്ചിന്റെ ആവശ്യമുള്ളത് എന്നുള്ള വിവരമാണ് റെയിൽവേയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇത് ഔദ്യോഗികമായ റെയിൽവേ നൽകുന്ന ഒരു വിവരമല്ല, ചില സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളിലെ കുറച്ച് സങ്കീർണതകളുണ്ട്. കാരണം ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നത്. അത് പ്ലാറ്റ്ഫോമിലെത്തിയാൽ മാത്രമാണ് ഇതിന്റെ ഡോർ ഓപ്പൺ ആക്കാൻ കഴിയുക. അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് ഡോർ ഓപ്പൺ ആക്കി അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ടാണ് അല്ലെങ്കിൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ട്, ഉള്ളിലേക്കുള്ള വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ഉള്ളിലെ AC അടക്കമുള്ളവ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.